ഇവിടെ വന്ന് ഷോ കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വലിച്ചു കീറി ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിതാണ്. മോദി തരംഗത്തിൽ രാജ്യത്ത് ആറാട്ടു നടത്താൻ ബിജെപിയും ഇതേ മോദിയും തുനിഞ്ഞിറങ്ങിയപ്പോൾ കർണാടകയുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണിത്. ഇവിടെ വന്ന് ഷോ കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന്. 28 ലോക്സഭാ സീറ്റിൽ 25 നേടിയ 2019 എപ്പോഴേ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനിയുള്ളത് ഞങ്ങളുടെ കാലമാണ്. ഒരിക്കൽ DK പറഞ്ഞതാണിത്. ഇവിടെ DK പറഞ്ഞത് 2 സീറ്റ് മാത്രമേ BJP ഇത്തവണ നേടുകയുള്ളൂ എന്ന് കൂടിയാണ്. അതേസമയം ടെക് സിറ്റിയായ ബംഗളൂരുവിനെ ടാങ്കർ സിറ്റിയാക്കി സിദ്ധരാമയ്യ മാറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി രൂക്ഷ വിമർശനം തന്നെ നടത്തിയിരുന്നു. എന്നാൽ മോദി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഇവിടെയും കൊടുത്തു സിദ്ധരാമയ്യ കട്ടയ്ക്ക് മറുപടി. കർണാടകയിൽ വരൾച്ചയും പ്രളയം വന്നപ്പോൾ മോദി എന്തെടുക്കുകയായിരുന്നു എന്നും ഒന്നും ചെയ്യാത്തവർ ഇന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് ഷോ കാണിക്കുകയാണ് എന്നും സിദ്ധരാമയ്യ പരിഹസിച്ചു. ബംഗളൂരു നഗരത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കനത്ത ജലക്ഷാമത്തെ തുടർന്ന് ടാങ്കറുകൾ നിരത്തിയിട്ടിരിക്കുന്നതിനെ പരിഹസിച്ചാണ് നരേന്ദ്രമോദി ബംഗളൂരുവിനെ കോൺഗ്രസ് ടാങ്കർ സിറ്റിയാക്കിയെന്ന് പരിഹസിച്ച് വിമർശനം നടത്തിയത്. എന്നാൽ സിദ്ധരാമയ്യക്ക് മുൻപിൽ കർണാടക കോൺഗ്രസിന് മുന്നിൽ ഇതൊന്നും വില പോകില്ല. പ്രളയവും വരൾച്ചയും ഒക്കെ വന്നു പോകുമ്പോൾ അതിന് പരിഹാരമാർഗം കണ്ടെത്തുക എന്നതാണ് സർക്കാർ. അതിനായി ടാങ്കർ ലോറികൾ നിരത്തേണ്ടി വരും. അല്ലാതെ ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കിയ മണിപ്പൂർ പോലുള്ള കലാപങ്ങളൊന്നും സിദ്ധരാമയ്യ ഉണ്ടാക്കിയിട്ടില്ല. മണിപ്പൂരിൽ കാണാത്ത മോദി കർണാടകയിലെ ജലക്ഷാമത്തെ പരിഹസിക്കുന്നത് വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ബംഗളൂരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. കോൺഗ്രസ് നിക്ഷേപ വിരുദ്ധ സംരംഭകത്വ വിരുദ്ധ നിലപാടാണ് ഉള്ളത് എന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം പ്രളയമുണ്ടായപ്പോഴും ഇപ്പോൾ വരൾച്ച ഉണ്ടായപ്പോഴും എവിടെയായിരുന്നെന്നും മോദിയുടെ 24/7 വെറും നുണയാണെന്നും സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു. സത്യം പറഞ്ഞാൽ മോദിയുടെ ഒരടവും ഇവിടെ വിലപ്പോയില്ല.